നമ്മുടെ പല സുഹൃത്തുക്കളും ഒരുപാട് കഷ്ടപ്പെട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നു, എന്നിട്ട് പോലും അവർക്ക് എല്ലാ മാസവും $100 കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പേ ഔട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഒരുപക്ഷെ നിങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, നിങ്ങൾക്ക് എല്ലാ മാസവും $100 പേ ഔട്ട് കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് വെറുതെ പറയുന്നതല്ല, ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇത് പ്രാക്ടിക്കലായിട്ട് അവർക്ക് ഇപ്പം നേരത്തേനേക്കാളും, അതായത് യൂട്യൂബ് എല്ലാ മാസവും $10 അല്ലെ $15-20 ഒക്കെയാണ് യൂട്യൂബിന്റെ വീഡിയോയുടെ അഡ്വർടൈസ്മെന്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി ഏണിങ്സ് കൂടുതൽ ഇപ്പം യൂട്യൂബിൽ നിന്ന് തന്നെ പല ആളുകളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. യൂട്യൂബ് പല പ്രോഗ്രാംസ് കൊണ്ടുവരാറുണ്ട്. യൂട്യൂബ് ഷോപ്പിംഗ്, യൂട്യൂബ് അഫിലിയേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. യൂട്യൂബ് അഫിലിയേറ്റിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു ടൈം തൊട്ട് നിങ്ങൾ യൂട്യൂബ് അഫിലിയേറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് ഇന്ന് യൂട്യൂബ് ഏണിങ്സിന്റെ 4 ഇരട്ടി 5 ഇരട്ടി കൂടുതൽ അല്ലെ 10 ഇരട്ടി കൂടുതലൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് യൂട്യൂബ് അഫിലിയേറ്റിലൂടെ ഒരുപാട് പൈസ ഒരുപാട് ആളുകൾ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്തുകൊണ്ട്, പ്രൊഡക്റ്റുകൾ വീഡിയോയിൽ ടാഗ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ഏണിങ്സ് എല്ലാ മാസവും 2, 3, 4 മാസം കൂടുമ്പം ഏണിങ്സ് കിട്ടുന്നത് മാറ്റി എല്ലാ മാസവും നിങ്ങൾക്ക് പേ ഔട്ട് എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ യൂട്യൂബ് അഫിലിയേറ്റിൽ ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് പറയാം. മിനിമം 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം. ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകളോ കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളോ നമ്മുടെ ചാനൽ ഉണ്ടാകാനായിട്ട് പാടില്ല. പിന്നെ മോണിറ്റൈസ്ഡ് ആയിരിക്കണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ. ഇത് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഷോപ്പിംഗ് ഓപ്ഷനിൽ പോയിട്ട് യൂട്യൂബ് അഫിലിയേറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് എന്ന് പറയുന്ന ഈ ഫീച്ചർ അല്ലെങ്കിൽ അഫിലിയേറ്റ് എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങളുടെ ചാനലിൽ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ യൂട്യൂബിൽ പ്രൊഡക്റ്റ് ടാഗിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് വീഡിയോയിൽ ടാഗ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ടന്റ് സെക്ഷനിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യണം. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. അതിനുശേഷം വീഡിയോയുടെ എഡിറ്റ് സെക്ഷനിലേക്ക് വന്നു. എഡിറ്റിൽ വന്നു കഴിയുമ്പോൾ കുറെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുമല്ലോ. അതിൽ ഏറ്റവും താഴത്തെ ഓപ്ഷനാണ് ടാഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കും. ഇവിടെ ഷോപ്പ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഫ്ലിപ്കാർട്ടിന്റെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ മിന്ത്രയുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഇനി എല്ലാത്തിലെയും പ്രൊഡക്റ്റുകൾ കയറി സെർച്ചിൽ വരണമെന്നുണ്ടെങ്കിൽ ഓൾ സെല്ലേഴ്സ് സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മിന്ത്രയുടെയും അതേപോലെ ഫ്ലിപ്കാർട്ടിലെയും പ്രൊഡക്റ്റുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആമസോൺ പ്രൊഡക്റ്റുകളൊന്നും ഇവിടെ ഇല്ല. മിന്ത്ര, ഫ്ലിപ്കാർട്ട് ഈ 2 ഇ-കോമേഴ്സ് സൈറ്റുകളിലെ പ്രൊഡക്റ്റുകൾ മാത്രമേ നമുക്ക് വീഡിയോയ്ക്കുള്ളിൽ ടാഗ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഓൾ സെല്ലേഴ്സ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ പാർട്ടി സ്പീക്കർ എന്ന് സെർച്ച് ചെയ്യുവാണ്. കാരണം ഞാൻ ഒരു പാർട്ടി സ്പീക്കറിന്റെ വീഡിയോയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കുറെ പാർട്ടി സ്പീക്കറിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിലോ മിന്ത്രയിലോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ടാഗ് ചെയ്യുമ്പോൾ നമ്മുടെ അഫിലിയേറ്റ് ലിങ്കിന്റെ വിസിബിലിറ്റി കൂടുക. ആമസോൺ ലിങ്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെറുതായിട്ട് ഒരു ബ്ലൂ കളറിൽ ഒരു ക്ലിക്കബിൾ ലിങ്ക് ആയിരിക്കും ആമസോണിന്റെ വരിക. പക്ഷേ നമ്മൾ ഇവിടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ വലിപ്പത്തിൽ അതിന്റെ ഒരു തമ്പനെയിൽ സഹിതമൊക്കെ ആയിരിക്കും ഈ പ്രൊഡക്റ്റുകളുടെ ലിങ്ക് വരുന്നത്. അപ്പോൾ അത് വീഡിയോയ്ക്കുള്ളിലും കാണിക്കും. അപ്പോൾ ആളുകൾ ക്ലിക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിലൂടെ നല്ല രീതിയിലുള്ള കൺവേർഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ടാഗ് ചെയ്യുന്നതോടെ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തു. അതിന് താഴത്തെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് പ്ലസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യണം. ജസ്റ്റ് അതിനുശേഷം സേവ് ചെയ്യുക. ഇത്രയും കാര്യമേ ഉള്ളൂ. നമുക്ക് എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിലും ഈ രീതിയിൽ ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടാഗ് ചെയ്ത പ്രൊഡക്റ്റുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു എഡിറ്റ് സെക്ഷനിൽ പ്രൊഡക്റ്റ് ടാഗിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഇതേപോലെ കളയാനും സാധിക്കും. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോയിലും ഈ ഒരു കാര്യം ചെയ്യുക. ഇതിലൂടെ നല്ല രീതിയിലുള്ള ഏണിങ്സ് കിട്ടും. ഞാനിത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ പ്രൊഡക്റ്റ് ടാഗിങ് ചെയ്യുക, അതിലൂടെ ഏണിങ്സ് കിട്ടുന്നതിനെ കുറിച്ച് പറയുകയും ചെയ്തു. അതായത് യൂട്യൂബിൽ സാധാരണ കിട്ടുന്ന ഏണിങ്സ് ഇപ്പം $10, $20, $30 ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടിയൊക്കെ കൂടുതൽ ഈ അഫിലിയേറ്റിലൂടെ ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ പേ ഔട്ട് വളരെ ഈസി ആയിട്ട് എല്ലാ മാസവും കിട്ടുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ഏണിങ്സിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ പ്രൊഡക്റ്റ് ടാഗിങ്ങിലൂടെ സാധിക്കും. ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുമ്പോൾ മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്തു, ആരെങ്കിലും നിങ്ങളുടെ വീഡിയോ കണ്ട് ആ ഒരു പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്തു, ആ ഒരു ടാഗ് ചെയ്ത പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, നേരെ അത് ഫ്ലിപ്കാർട്ടിൽ പോയി. പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് വാങ്ങാൻ താല്പര്യമില്ല. അവർ വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി. അവർ ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അതിന്റെ കമ്മീഷനും നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതൊരു 30 days ട്രാക്കബിൾ ആയിട്ടുള്ള ലിങ്ക് ആയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ലിങ്കിൽ ഒരാൾ ക്ലിക്ക് ചെയ്തു, ഫ്ലിപ്കാർട്ടിന്റെ ലിങ്കിൽ ഒരാൾ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം അവർ മറ്റ് ലിങ്കുകളിലൊന്നും ക്ലിക്ക് ചെയ്യാതെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഡയറക്റ്റ് കയറി അവർ വേറെ എന്തെങ്കിലും കുറെ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്താലും അതിന്റെ കമ്മീഷനും നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിലേക്ക് കിട്ടും. മനസ്സിലായോ? അതാണ് ഈ ഒരു അഫിലിയേറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രയോജനം. അപ്പൊ ഇതിനെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കുറെ അധികം ആളുകൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ കാണിച്ചു തരാം.
എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി. ഇതെന്റെ ഈ ഒരു ചാനൽ ഷിജോ പി എബ്രഹാം എന്ന് പറയുന്ന ചാനലാണ്. ഇതിന്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ടാബിൽ ഏറ്റവും ലാസ്റ്റിലായിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ആൽബം ക്രിയേറ്റ് ചെയ്ത് ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ പല ഫോൾഡറുകൾ പല കാറ്റഗറി ആയിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ബെസ്റ്റ് ക്യാമറ ഫോർ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ട് 4 പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും. ഇപ്പൊ നിങ്ങൾ എന്റെ ചാനലിൽ വന്നിട്ട് ഈ ചാനലിൽ വന്നിട്ട് ലാസ്റ്റിൽ വന്ന് ഹോം പേജിൽ സ്റ്റോറിൽ നോക്കി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് വന്നിരിക്കുന്നത് മനസ്സിലാവും. ഇതേപോലെ എന്റെ അടുത്ത ചാനലിലേക്ക് പോയിട്ട് അവിടെയും ഞാൻ ഇതേപോലെ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനൽ. ഈ ചാനൽ നിങ്ങൾ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ ഇവിടെ ഞാൻ ബെസ്റ്റ് മൈക്ക് ഫോർ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ മറ്റൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് ബെസ്റ്റ് ക്യാമറ ഫോർ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഡയറക്റ്റ് ഇതേപോലെ നമ്മുടെ സ്റ്റോറിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോയുടെ നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ മതി. അടുത്തത് എത്ര പെർസെന്റേജ് ഒക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ കമ്മീഷൻ കിട്ടുക എന്നുള്ള ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ എനിക്ക് തോന്നുന്നു 1 to 12% അടുത്ത് കമ്മീഷൻ നമുക്ക് കിട്ടും. അതേപോലെ മിന്ത്രയിലാണെന്നുണ്ടെങ്കിൽ 15% കമ്മീഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇതിൽ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിന്റെ വീഡിയോ ചെയ്തു. ഈ പ്രൊഡക്റ്റ് തന്നെ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്യണോ, അല്ലെങ്കിൽ മറ്റു ഫോണുകളിൽ എനിക്കിതിൽ ടാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പോളിസി വയലേഷൻ ആണോ എന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ട്. അപ്പൊ ഈ ഒരു ഫോണിന്റെ വീഡിയോ ചെയ്തു, ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ടാഗ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി അതല്ല മറ്റു ഫോണുകളുടെ ലിങ്ക് ടാഗ് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വീഡിയോയിൽ എന്ത് ടൈപ്പ് കണ്ടന്റ് ആണോ നമ്മൾ ചെയ്യുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ടാഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആളുകളെ നമ്മൾ തെറ്റായിട്ടുള്ള ഇടത്തേക്ക് റീഡയറക്ട് ചെയ്യാതെ എന്താണോ വീഡിയോയിൽ പറയുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ ടാഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യുന്നത് മൊബൈൽ ബ്രൗസറിലൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാൻ പറ്റത്തില്ല, ടിവിയിലൂടെ ഒന്നും കാണാൻ പറ്റത്തില്ല. മൊബൈൽ ആപ്പ് അതേപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ഒക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ ടാഗ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അതേപോലെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് കൂടുതലും കൺവേർഷൻ വരുന്നതും മൊബൈൽ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ഒക്കെ ഓപ്പൺ ആക്കുമ്പോഴാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നിങ്ങൾ പ്രൊഡക്റ്റ് ടാഗിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് തുടങ്ങിക്കൊള്ളുക. പ്രത്യേകിച്ച് ഷോർട്ട് വീഡിയോസിലൊന്നും തന്നെ നമുക്ക് ക്ലിക്കബിൾ ആയിട്ടുള്ള ലിങ്ക് കൊടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇതേപോലെ പ്രൊഡക്റ്റ് ടാഗിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആളുകൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലിക്കബിൾ ലിങ്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള പ്രശ്നം സോൾവ് ആകുകയും ചെയ്യും, നമുക്ക് നല്ല രീതിയിലുള്ള കമ്മീഷൻ കിട്ടുകയും ചെയ്യും. എന്തായാലും നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷോർട്ട് വീഡിയോകൾ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കമ്മീഷൻ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാവുന്ന ലൈക്കോടെ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.